5480 പരം മുറിവുകൾ, മേലാവാത ചൂടമേറ്റ് പുറത്തു മാത്രം 150 പരം ആഴമുള്ള മുറിവേറ്റ് 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ട് 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്തേക്ക് ആഴ്ന്നിറങ്ങി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ച് 50 കുതിര ചേവകരാലും 350 പടയാളികളാലും ചാട്ടവാറിന്റെ മരണയിടിയേറ്റ് പാലസ്തീന്റെ മണ്ണിളകിയ മൺപാതകളിലൂടെ ഒരു തളിരോല പോലും തണലില്ലാതെ വണ്ടിക്കാള വണ്ടി വലിക്കുന്ന പോലെ ക്രൂശും വഹിച്ച് ഗാഗുൽത്തയുടെ നെറുകയിൽ 2 ദുഷ്പ്രവർത്തിക്കാർക്ക് നടുവിൽ 3 കാരുമ്പാണിമേൽ ശരീരത്തിലെ അവസാന തുള്ളി ചോരയൊഴുക്കി പരിശുദ്ധരിൽ പരിശുദ്ധനായവൻ ഒരു പാപിയെ പോലെ എന്തിനു മരിച്ചു? സ്നേഹിത, അകൃത്യമൊന്നും ഉണ്ടായിട്ടല്ല, അപരാധങ്ങളോ തിന്മകളോ ഉണ്ടായിട്ടല്ല, നിന്റെ പാപം നിമിത്തം, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി പാപഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഉണ്ടോ? പാപത്തിന്റെ വിഴുപ്പ് ചുമ്മി പാപത്തിന്റെ പാണ്ഡം വഹിച്ച് ജീവിതത്തിന്റെ നാൽവഴിയിൽ തകർന്നുടഞ്ഞ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്നെ വലയ്ക്കുന്ന പാപത്തിന്റെ വിമോചനത്തിന് ഒരു കർമ്മം വേണ്ട, കർമ്മകാണ്ഡങ്ങൾ വേണ്ട, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വേണ്ട, പദയാത്രകളോ പണച്ചിലവുകളോ വേണ്ട. നിന്റെ സകല പാപത്തിനും പരിഹാരം വരുത്തുവാൻ കാര്യത്തുള്ള ഒരുവനെ എന്ന് രാത്രി ഞങ്ങളോട് ഉയർത്തുകയാ. നീ ജനിക്കും മുമ്പ്, നിനക്ക് ജന്മം തന്നവർ ജനിക്കും മുമ്പ് നിന്റെ മുഴുവൻ പാപവും വഹിച്ച് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി അവനാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു. ബൈബിൾ പറയുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ അതിനെ വെണ്മയാക്കാൻ യേശുവിന്റെ രക്തം പര്യാപ്തമാണ്.